സമുദ്ധാരണത്തിന് അനിവാര്യമായത് ചുറ്റുപാടുകളുടെ മാറ്റമാണ്. ചുറ്റുപാടുകൾ മാറേണ്ടി വരും. ഒരുപക്ഷേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ 100 ആളെ കൊന്ന ആൾ നമുക്കറിയായിരിക്കും. തൗബയുടെ ബാബിൽ മഹാന്മാരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. 99 ആളെ കൊന്ന ഒരാള് 99 ആളെ കൊന്നിട്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നപ്പോ ഒരു ആബിദായ അധികം വിവരമില്ലാത്ത ഒരാൾ ആരോ കാണിച്ചു കൊടുത്തു. അയാളോട് പോയി ചോദിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, നിനക്കെന്ത് തൗബ? 100 ആളെ കൊന്നിട്ട് നിന്നെ അള്ളാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? പേടിപ്പിച്ചു. അപ്പൊ അയാളെയും കൊന്നു. അങ്ങനെ 99 100 റൗണ്ട് ഫിഗർ ആക്കി. എന്നിട്ട് ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? അങ്ങനെ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ആലിമിന്റെ രംഗത്തേക്ക് എത്തുന്നു. നമ്മുടെ സമുദായത്തിന് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞുപോയ ചരിത്രമാണിത്. നബി തങ്ങൾ വിവരിച്ചു തന്ന സ്വഹീഹായ ഹദീസ്. അങ്ങനെ അയാൾ പറഞ്ഞു, ആ പണ്ഡിതൻ പറഞ്ഞു, മാ യഹൂലു ബൈനക വബൈനല്ലാഹ്, നിന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ എന്താണ് തടസ്സം നിൽക്കുന്നത്? നിനക്ക് തൗബയുണ്ടല്ലോ. നീ നന്നാവാൻ തീരുമാനിക്കുകയും നിന്റെ മനസ്സ് ശുദ്ധമാക്കുകയും ചെയ്താൽ നിന്നെ കഴുകി ശുദ്ധിയാക്കിയെടുക്കാൻ അല്ലാഹു ഒരുക്കമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ആ സന്ദർഭത്തിൽ ആ മനുഷ്യന് സാരോപദേശം കൊടുത്ത സാരോപദേശം ഹദീസിൽ കാണാം. നീ നിന്റെ പഴയ നാട്ടിലേക്ക് പോകരുത്, നീ നിന്റെ പുതിയ നാട്ടിലേക്ക് താമസം മാറിയേക്കണം. കാരണം ചീത്ത കൂട്ടുകാരുള്ള ഒരു പ്രദേശത്ത് നിന്ന് നിന്നെ ഒന്ന് മാറ്റി താമസിപ്പിച്ചാലേ നിന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകൂ. അതുകൊണ്ട് നീ ഒന്ന് നാടുമാറി പോകണം. അങ്ങനെ തൗബ ചൊല്ലി പശ്ചാത്തപിച്ച് ആ മഹാനായ പണ്ഡിതൻ തന്നോട് ചെന്നു ചേരാൻ പറഞ്ഞ പുതിയ നാട്ടിലേക്ക്, നല്ല മനുഷ്യർ ജീവിക്കുന്ന ഒരു മഹല്ലിലേക്ക് നീ അവിടെ പോയി താമസിച്ചാൽ മതി. പഴയ നാട്ടിലേക്ക് പോകരുത്. അവിടെ ചെന്നാൽ നീ വീണ്ടും കൊലയാളിയായി മാറും. അങ്ങനെ പുതിയ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ അയാൾ മരണപ്പെടുന്നു. ആ മനുഷ്യനെ സ്വർഗത്തിലേക്കുള്ള മലക്കുകൾ എടുക്കണോ നരകത്തിലേക്കുള്ള മലക്കുകൾ എടുക്കണോ എന്ന ചർച്ച വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന് തീർപ്പ് കൽപ്പിക്കുന്നു. ഈ മനുഷ്യൻ നന്മയിൽ ഉദ്ദേശിച്ച് പുറപ്പെട്ടതാണ്. അയാൾ പുറപ്പെട്ട നാട്ടിലേക്കാണോ ദൂരം കുറവ്? അതല്ല, തന്റെ ആദ്യ നാട്ടിലേക്കാണോ ദൂരം കുറവുള്ളത്? എങ്ങോട്ടാണ് ഇയാൾ അടുത്തിരിക്കുന്നത്? നോക്കുമ്പോൾ പുതിയ നാട്ടിലേക്കാണ്. അല്ലാഹുവിന്റെ കരുണയുടെ മാലാഖമാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊരു മാറ്റമുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ ചില നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോ പ്രത്യേകിച്ച് 9ാം ക്ലാസ്, 10, 11, 12 ക്ലാസ്സുകൾ എത്തുമ്പോ സ്വാഭാവികമായും അവരുടെ ചിന്തകളിൽ മാറ്റം വരും, അവരുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം വരും. ഡിസിപ്ലിൻ കുറയും, റെസ്പെക്ട് കുറയുന്നത് കാണാൻ കഴിയും. അതിൽ വലിയൊരു പങ്ക് കൂട്ടുകാരുടേതാണ്. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് അവരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. മാറ്റി പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് നല്ല അച്ചടക്കമുള്ള സ്കൂൾ, ഉത്തരവാദിത്വ ബോധമുള്ള അധ്യാപകരുള്ള സ്കൂളിലേക്ക് ആ മക്കളെ മാറ്റി ചേർത്തേണ്ടി വരും. അതൊരു രീതിയാണ്. എന്നല്ലാതെ ആ കുട്ടിയുടെ ചുറ്റുവട്ടത്തുമുള്ള കൂട്ടുകാര് മുഴുവനും മയക്കുമരുന്നിനടിമകള്, സ്മോക്കിംഗ് ഉള്ളവര്, തോന്നിവാസമുള്ളവര്, ഗേൾഫ്രണ്ട്സ് ഉള്ളവര്, ആ ഒരു കൂട്ടുകാരുടെ വലയത്തിൽ ഇവൻ പെട്ടുപോയാൽ ഇവനിൽ നിന്നും അതുപോലെയുള്ള സ്വഭാവങ്ങളല്ലാതെ മറ്റെന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിൽ പറഞ്ഞ പോലെ ആ നാട്ടിലേക്ക് നീ പോവല്ല, പുതിയൊരു നാട്ടിലേക്ക് ചെല്ല്. ഒരു പുതിയ സ്ഥാപനത്തിലേക്ക് അവരെ മാറ്റേണ്ടി വരും. കോളേജുകളിൽ സംഭവം അങ്ങനെ തന്നെ. ചില ക്യാമ്പസുകൾ മക്കള് നന്നാവുന്ന ഇടങ്ങളുണ്ട്, കേടുവന്നവരെ നന്നാവുന്നത്. നല്ല മക്കള് കേടുവന്നു പോകുന്ന അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട്. അവർക്ക് മാറ്റത്തിന് ഒരവസരം നമ്മൾ കൊടുത്തേ പറ്റൂ. നമ്മുടെ പ്രാർത്ഥന മാത്രം മതിയാകില്ല. അവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. മക്കളെ ശരിക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ടി വരും. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർക്കൊരു പക്ഷേ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കുറവാണ്, അല്ലെങ്കിൽ നന്മയിലേക്കുള്ള ചാലകം അവിടെ ദുർബലമാണെങ്കിൽ ഏറ്റവും നല്ല നന്മയുടെ ചുറ്റുപാടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് മക്കളെ മാറ്റി പാർപ്പിക്കലാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. അതുമാത്രമല്ല, വ്യഭിചാരിയായ മനുഷ്യനെ സംബന്ധിച്ച്
വ്യഭിചാരിയായ ഒരാൾക്ക് നൽകുന്ന ശിക്ഷയിൽ വിവാഹം ചെയ്യാത്ത ഒരാൾ, വിവാഹിതനല്ലാത്ത ഒരാൾ വിവാഹം ചെയ്യുന്നതിന്റെ മുമ്പ് വ്യഭിചാരം ചെയ്താൽ അവന് 100 വീതം അടിക്കണമെന്നും ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്നും 1 വർഷം അവനെ നാടുകടത്തണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. ഗൈറുൽ മുഹ്സിൻ നാടുകടത്തണം 1 വർഷത്തേക്ക്. ആ നാടുകടത്തണം എന്ന് പറഞ്ഞതിന്റെ ഹിക്മത്തും ഇതുതന്നെയാണ്. സ്വന്തം നാട്ടിലെ ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ അവൻ വഴിതെറ്റാനിടയുണ്ട്. അതുകൊണ്ട് നല്ല ഒരു നാട്ടിൽ ചെന്നവൻ നന്മ പഠിക്കട്ടെ എന്ന ഒരു ഹിക്മത്ത് ശർഇനുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. അവസാനമായി ഗൗരവത്തോടെ നമ്മൾ പറയുന്നത്, ഈ സമുദായത്തിന് നല്ല മാതൃകായോഗ്യരായ പണ്ഡിതന്മാർ, നല്ല കൂട്ടുകാർ, നല്ല സുഹൃത്തുക്കൾ വേണം. അല്ലാഹു സജ്ജനങ്ങളുടെ സുഹബത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. നല്ല ഒരു കൂട്ടായ്മ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനതൽ ഹയാത്തി ദുനിയ. വിശുദ്ധ ഖുർആൻ ഹബീബായ നബി തങ്ങളോട് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടെ നബിയെ അങ്ങ് നിൽക്കാവൂ. നബിയെ, അങ്ങയുടെ കൂട്ടുകാരെ അല്ലാഹുവിനെ ഓർക്കുന്നവരാകണം. ഹബീബിനോടുള്ള ഉപദേശം അത് നമ്മോടാണ്. ഹബീബായ നബി തങ്ങൾക്ക് തങ്ങളുടെ നൂറിൽ നിന്ന് മറ്റുള്ളവർ 100 പ്രകാശം സ്വീകരിക്കുക എന്നല്ലാതെ ഹബീബിന് ആരിൽ നിന്നും പ്രകാശം എടുക്കേണ്ടതില്ല. എന്നാൽ നമ്മളോടാണ് ഖുർആനിന്റെ ഉപദേശം. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടുകാർ നല്ലവരായിരിക്കണം, സ്വാലിഹീങ്ങളാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിനന്നാസി നാസൻ മഫാതീഹുൽ ലിൽ ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ നന്മയുടെ താക്കോലുകളാണ്, തിന്മകളെ പൂട്ടിവെക്കുന്നവരാണ്. ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട് അങ്ങനെ. അവരെ കണ്ടെത്താൻ കഴിയണം. അവര് നന്മയുടെ താക്കോലാണ്. അവര് പറയുന്നത് നന്മയാണ്, അവരെ കാണുന്നത് നന്മയാണ്, അവര് ചെയ്യുന്നത് നന്മയാണ്. അത് കാണുമ്പോൾ നമ്മൾ ആ സംഘത്തിന്റെ കൂടെ ചേരുക. ഒന്നുമല്ല, ആശ്രയതീരം തന്നെ ഒരു ഉദാഹരണം. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്, വെഞ്ഞാറമൂട് പരിസരത്താണ് നമ്മളുള്ളത്. ആശ്രയതീരമെന്ന ഈ മഹാപ്രസ്ഥാനത്തിന് ആവശ്യമായ വോളണ്ടിയർമാർ, ഇതിന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഒരുപാട് മാൻ പവർ ആവശ്യമുണ്ട്. വെറുതെ ഇരിക്കുന്ന ആളുകൾ, ജോലി കഴിഞ്ഞ സമയമുള്ള ആളുകൾ ഈ സംരംഭവുമായി സഹകരിച്ച് അല്ലാഹുവിന്റെ അരികത്ത് നിന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു നല്ല കൂട്ടുകാരുടെ സൗഹൃദ വലയത്തിലേക്ക് ചേരുക. അത് നമ്മൾ വഴിതെറ്റാതിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഖൈറുണ്ടാവാനും എത്രയോ ദുരന്തങ്ങൾ അല്ലാഹു നമുക്ക് ഒഴിവാക്കി തരാനും കാരണമാകും. അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സജ്ജനങ്ങളുടെ കൂട്ടായ്മ വേണം. ഇന്ന മിനന്നാസ് നാസൻ മഫാതീഹുൽ ലിൽ ഖൈരി മഗാലിഖുൽ ലിശ്ശർ. നന്മയുടെ താക്കോലുകളായി തിന്മകളുടെ പൂട്ടുകളായി ചില ആളുകളുണ്ട്. നേരെ മറിച്ചുമുണ്ട്, നന്മ പൂട്ടുന്നവരും തിന്മ തുറക്കുന്നവരും. നമ്മൾ നന്മയുടെ താക്കോലുകൾ എന്ന് പറഞ്ഞ ആ ആളുകളുടെ കൂട്ടത്തിലാവണം.